നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത്, ഇതിനെക്കുറിച്ച് നമുക്ക് എന്താണ് യൂണിവേഴ്സ് ഇപ്പം നിങ്ങളോട് പറയുന്നത്, അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ. ഓക്കെ, ലെറ്റ്സ് ടേക്ക് എ കാർഡ് ഫോർ യു. ഓക്കെ, നമുക്ക് തമസ് ആണ് വന്നിരിക്കുന്നത്. ദ ഡിസ്ട്രോയർ ആൻഡ് ദ ട്രാൻസ്ഫോർമർ. നിങ്ങളുടെ നെഗറ്റീവ് ഹാബിറ്റ്സിനെ ഇവിടെ മാറ്റുക എന്നുള്ളതാണ്. ഡിക്ലൈൻ ഇറ്റ്. foolishness, angry nature, laziness, delusion, distorted energies, lying, കള്ളത്തരം പറയുന്നത്, ഇതൊക്കെ നിങ്ങൾ മാറ്റുക എന്നുള്ളൊരു സ്ട്രോങ് മെസ്സേജാണ്. നിങ്ങളുടെ എനർജിയിൽ ഈ താമസിക ഗുണമാണ് ഇപ്പം കൂടുതലായിട്ട് നിൽക്കുന്നത്. അതായത് 3 ഗുണങ്ങളുടെയും ഒരു ബാലൻസ് വേണം, എങ്കിലാണ് മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വർക്ക് ആവുള്ളൂ. ഈ താമസിക ഗുണത്തിൽ നമ്മൾ ഒരു ഫൂളിഷ്നെസ് അഡിക്റ്റീവ് സ്റ്റേജിലൊക്കെയാണ് ഉണ്ടാവുക. എന്നാൽ സ്ലീപ്പ് ഇസ് താമസിക്. നമുക്കത് ആവശ്യമല്ലേ? ആവശ്യമാണ്. എന്തുകൊണ്ടാണ്? നമ്മുടെ സ്ലീപ്പ് നമ്മളെ അൺകോൺഷ്യസ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോവാണ്. നമ്മുടെ കോൺഷ്യസ്നെസ് അവിടെ വർക്ക് ചെയ്യുന്നില്ല. അത് നമുക്ക് ആവശ്യമാണ്, നമ്മുടെ ബോഡി സിസ്റ്റത്തിന് ആവശ്യമാണ്. എന്നാൽ ഉണർന്നിരിക്കുന്ന സമയത്തും നമ്മൾ ഈ താമസിക എനർജിയിൽ ഇരുന്നാലോ, ബോധമില്ലാതെ ജീവിക്കുക എന്ന അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകും. ആ ഒരു എനർജിയാണ് നമ്മൾ ഇവിടെ ഡിക്ലൈൻ ചെയ്യേണ്ടത്. സ്ലീപ്പ് നമുക്കൊരു ഹീലിംഗ് എഫക്റ്റ് കൊണ്ടുവരും. അത് സാത്വിക് എനർജിയാണ്. എന്നാൽ രാത്രിയിൽ ഉറങ്ങുന്നത് സാത്വിക് എനർജി തരുമെന്നുണ്ടെങ്കിൽ പകൽ ഉറക്കം നിങ്ങൾക്ക് താമസിക എനർജി കൊണ്ട് തരും. അപ്പം നമ്മൾ ഈ ഗുണങ്ങളെ ഉപയോഗിക്കുന്ന രീതിയിലാണ് അത് നിങ്ങൾക്ക് എങ്ങനെ ഗുണം ചെയ്യുന്നുള്ളത്. അല്ലാതെ താമസികമായിട്ടുള്ള ഗുണം നിങ്ങൾക്ക് വേണ്ടത് തന്നെയാണ്, ദോഷമല്ല. പക്ഷെ ഇതിനെ ഉപയോഗിക്കുന്ന രീതി, ഇത് നിങ്ങളുടെ ജീവിതത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്കുള്ള ഗുണങ്ങളെ ഉപയോഗിക്കാൻ എങ്ങനെയാണ് എന്നറിയാത്ത അവസ്ഥ നിങ്ങൾക്കുണ്ട്. അതിന് നല്ല രീതിയിൽ അനലൈസ് ചെയ്ത് എല്ലാം ബോധപൂർവം നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ഇതിനുള്ള ഒറ്റൊരു സൊല്യൂഷൻ ഉള്ളത്. ബോധത്തോടെ എന്തും ചെയ്യുക. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ചുറ്റുപാടും ക്ലീൻ ആക്കി വെക്കുക എന്നുള്ളത്. നിങ്ങൾക്ക് സെൽഫ് ക്ലെൻലിനെസ്സും ആവശ്യമാണ്, ചുറ്റുപാടുമുള്ള ക്ലെൻലിനെസ്സും ആവശ്യമാണ് ഈ ഒരു സമയത്ത്.